എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് ഈ സീരീസിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെലീനിയം IDE ആണ്. ഓക്കെ, സെലീനിയം IDEയുടെ ചെറിയൊരു സാമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മാനുവൽ ടെസ്റ്റിങ്ങിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട്, ഇന്നല്ല ഈ സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് സെലീനിയം IDE ആയിരിക്കും. അത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെലീനിയം IDEയുടെ ഇൻസ്റ്റാളേഷൻ ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്റ്റാളേഷൻ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലീനിയം IDE എന്ന് പറയണത് ഫയർഫോക്സിന്റെ ഒരു ആഡ് ഓൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് വേണ്ട ഒരു ബ്രൗസറാണ് ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, നോർമൽ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളിത് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ സെലീനിയം IDE ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി അൺഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് IDE വേണം. അതിനായിട്ട് ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എന്താക്കുക, ഫയർഫോക്സിൽ ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു യുവർ കണക്ഷൻ ഇസ് നോട്ട് സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡിൽ പോവുക, ദെൻ ആഡ് എക്സെപ്ഷൻ എന്ന് കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കൺഫേം സെക്യൂരിറ്റി എക്സെപ്ഷൻ. അപ്പോൾ നമുക്ക് ആ പേജ് ഇതിൽ ഓപ്പൺ ആയിട്ട് വരും, ഫയർഫോക്സിൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താക്കുക, അതെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അങ്ങനത്തെ അഗൈൻ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് ആഡ് എക്സെപ്ഷൻ കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. ഹലോ, ഞാൻ വിളിക്കാം. ഓക്കെ ആ ഓക്കെ, ഇതപ്പോൾ സേവ് ഓപ്പൺ വിത്ത് അല്ല, സേവ് കൊടുക്കാം കേട്ടോ, സേവ് ഫയൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആവട്ടെ കേട്ടോ. ഇതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. unknown time remaining. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പം നമ്മൾ ഫയർഫോക്സ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത പോലെയല്ല ഇതിൽ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു എറർ എല്ലാവർക്കും വരും. ഓക്കെ, യുവർ കണക്ഷൻ ഇസ് നോട്ട് സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താക്കുക, അഡ്വാൻസ്ഡിൽ പോയിട്ട് ആഡ് എക്സെപ്ഷൻ കൊടുക്കുക. 2 വട്ടം അങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഫെയിൽഡ് എന്നാണ്. ഒന്ന് റീട്രൈ കൊടുക്കട്ടെ. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇടയിൽ എനിക്ക് കോള് വന്നു. അപ്പം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെറ്റിൻ്റെ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് റിമൈനിങ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡായി. .xpi എക്സ്റ്റൻഷനിലാണ് ഡൗൺലോഡ് ആയത്. ഇത് നമുക്ക് നേരിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് പകരം ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് പുതിയ ടാബ് ഉണ്ടല്ലോ, പുതിയ ടാബിലോട്ട് ഈ പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുതിയ ടാബിലാക്കിയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വരും. അത് നമ്മൾ എന്താക്കുക, ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ പിന്നെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എന്താക്കാം, സെലീനിയം IDE റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്, സെലീനിയം IDE അല്ല, ഫയർഫോക്സ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ എന്താക്കുക, റീസ്റ്റാർട്ട് എന്നുള്ളതും കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയിട്ട് വന്നോളൂ. ഫയർഫോക്സ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയിട്ട് വന്നോളൂ. കണ്ടോ, നേരത്തെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഇവിടെ സെലീനിയം IDE ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട് ഫയർഫോക്സിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇപ്പം നമ്മൾ ഇതിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെലീനിയം IDE ടൂൾ വന്നിട്ടുണ്ട്. ഓക്കെ,
സോ ഇങ്ങനെയാണ് സെലീനിയം ഐ ഡിയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ 2 ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. പ്ലസ് ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഫയർഫോക്സിലാണ്. ഇത് നിങ്ങളുടെ എഡ്ജിലോ അല്ലെങ്കിൽ ക്രോമിലോ അല്ല, നിങ്ങളുടെ ഫയർഫോക്സിലാണ് ഈ സെക്കൻഡ് ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓർത്ത് വെക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.